കോഴിക്കോട് ബേപ്പൂർ വെളിച്ചെണ്ണ മില്ലിലെ തീ പിടിച്ച് 8 മണിക്കൂർ പിന്നിട്ടിട്ടും പൂർണ്ണമായി അണയ്ക്കാനായിട്ടില്ല. തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഫയർഫോഴ്സിന്റെ 15 യൂണിറ്റ് സ്ഥലത്തെത്തിയിരുന്നു. മില്ലിൽ കൂട്ടിയിട്ട കൊപ്ര, പിണ്ണാക്ക്, എണ്ണ ടാങ്ക് എന്നിവയെല്ലാമാണ് കത്തിയത്. 4 കോടിയുടെ പ്രാഥമിക നഷ്ടം ഉണ്ടായതായി മില്ലുടമകളായ അജിത്തും അരുണും പറയുന്നു. ബാക്കിൽ ഡ്രയറാണ് ഉള്ളത്, അവിടെ നിന്നാണ് തീപിടുത്തം ഉണ്ടായത്. പിന്നെ അതിൻ്റെ തൊട്ട മുന്നേ തന്നെ ലോറി ഉണ്ടായിരുന്നു, നമ്മളെ കൊപ്പര ഇറക്കി കൊണ്ടിരിക്കുന്ന ലോറി ഉണ്ടായിരുന്നു. ആ ലോറിക്ക് പിടിച്ചപ്പോഴാണ് വലുതായത് തീ കത്തൽ. പിന്നെ എല്ലാം ഷോർട്ട് സർക്യൂട്ടായി. അപ്പം തന്നെ വേഗം പോയി ഓഫാക്കി, നമ്മൾ ലൈൻ ഓഫാക്കിയായിരുന്നു. കൊപ്പരയും എണ്ണ തന്നെ ഒരു 3-4 ചെയ്യാറുണ്ട് കത്തിയിട്ടുണ്ടാവും. ഉറപ്പായിട്ടും ഫുള്ള് ഒരു 150 ടണ്ണിൻ്റെ അടുത്ത് തന്നെ കൊപ്പര ഉണ്ടാവും. അതേമാതിരി തന്നെ വെളിച്ചെണ്ണ നമ്മൾ സ്റ്റോക്ക് ഉണ്ടാവും. പിന്നെ പാക്കിംഗ് മെറ്റീരിയലും വലിയ മിഷനറിയും എല്ലാം പോയി. ഇനി നമ്മൾ ഒന്നുമൊന്ന് തുടങ്ങണം സംഭവം പറയുകയാണെങ്കിൽ. സംഭവ സമയത്ത് ജീവനക്കാർ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ബെൻസൺ ബാബു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബെൻസൺ ഏതാണ്ട് 25 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു മില്ലാണ്. അതാണ് ഇങ്ങനെ ഒറ്റയടിക്ക് തീ പിടിച്ച് നശിച്ചു പോയത്. എന്താണ് അവിടെ ഇപ്പോഴുള്ള വിവരങ്ങൾ? തീ ഏതാണ്ട് പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹർഷൻ, നമുക്ക് കാണാം, ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോഴും തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള ശ്രമം ഇവിടെ നടന്നു വരികയാണ്. തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്, പക്ഷേ എന്നാലും ഉള്ളിൽ പല ഭാഗത്തും ഇങ്ങനെ തീ കത്തുന്നുണ്ട്. അതൊന്ന് പൂർണ്ണമായും അണയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ കൊപ്ര, അതോടൊപ്പം തന്നെ എണ്ണ, ഇവയിലൊക്കെയാണ് ഈ തീ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പൂർണ്ണമായി അണയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മൾ ഈ മില്ലുടമകളുമായി സംസാരിച്ചിരുന്നു. അവരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ നാശനഷ്ടം തന്നെ, ഏകദേശം 4 കോടിക്ക് മുകളിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. അവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ കൊപ്രയും ഇവിടെ ഉണ്ടായിരുന്ന എണ്ണയും ഓയിലും തന്നെ ഏകദേശം 4 കോടിയോളം രൂപയുടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവിടെ കത്തിനശിച്ച മെഷീനറീസ്, അതോടൊപ്പം തന്നെ വാഹനം, ഒരു ലോറി പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട്. അങ്ങനെ അതിന്റെ എല്ലാം തന്നെ കണക്കെടുത്ത് പരിശോധിച്ചാൽ അത് 4-5 കോടിയുടെ മുകളിൽ വരും എന്നുള്ളത് തന്നെയാണ് ഈ ഉടമകൾ പറയുന്നത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഈ തീ പിടിക്കുന്നത്. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഇന്നലെ രാത്രി അധികം തൊഴിലാളികൾ ഇവിടെ ഉണ്ടാവാതിരുന്നത്. അല്ലാത്ത സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ രാത്രി ഉൾപ്പെടെ ഈ പ്രവൃത്തികൾ, ഇവിടെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം തന്നെ ഇവിടെ നടക്കുന്നതായിരുന്നു. അപ്പോൾ രാത്രിയും തൊഴിലാളികൾ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ ഞായറാഴ്ച ആയതിനാൽ 7 മണിയോടുകൂടി തന്നെ പണിയെല്ലാം അവസാനിപ്പിച്ച് തൊഴിലാളികൾ തൊട്ട് സമീപത്ത് തന്നെയാണ് അവർ താമസിക്കുന്നത്, അവിടേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്ര വലിയൊരു അപകടം ഒഴിവായത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഡ്രയറിലാണ് ഈ കൊപ്ര ഉണക്കുന്നത്, എന്നിട്ടാണ് അത് ഓയിലാക്കി പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡ്രയറിൽ നിന്നും തീ പിടിച്ചതാവാം എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രാഥമിക നിഗമനമായി പറയുന്നത്. അങ്ങനെ ഡ്രയറിൽ നിന്നും തീ പിടിക്കുന്നു. ആ ഡ്രയറിന്റെ തൊട്ട് സമീപത്തായി തന്നെ ഈ സാധനങ്ങൾ വെക്കാൻ ഒരു ലോറി ഉണ്ടായിരുന്നു. ആ ലോറിയിലേക്കും തീ പിടിച്ചു. ആ ലോറിയുടെ ഓയിൽ ടാങ്കിലേക്ക് തീ പിടിച്ചു. അങ്ങനെ അതൊരു വലിയ തീയായി മാറി, അല്ലെങ്കിൽ അത് വലിയ തീപിടുത്തമായി മാറുകയായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രാഥമിക നിഗമനം. ഇതുതന്നെയാണെങ്കിലും ഇവിടെ ഉണ്ടായിരുന്ന കൊപ്ര പൂർണ്ണമായും കത്തി നശിച്ചു. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ഓയിലുകൾ പൂർണ്ണമായും കത്തി നശിച്ചു. അതിന്റെ മറ്റ് അസംസ്കൃത വസ്തുക്കൾ, അതോടൊപ്പം തന്നെ ഇവ പാക്കിങ്ങിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അങ്ങനെ എല്ലാം തന്നെ പൂർണ്ണമായും കത്തി നശിച്ച ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്കറിയാം, ഓണം സീസൺ ആയിരുന്നു. അപ്പോൾ ഓണം സീസണിൽ നിരവധി കിറ്റുകളുടേതുൾപ്പെടെ ഓർഡറുകൾ ഈ കമ്പനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത്ര വലിയ ലാർജ് സ്കെയിലിലുള്ള പ്രോസസ്സിംഗ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നു വന്നിരുന്നത്. അപ്പോൾ അവയെല്ലാം പൂർണ്ണമായും നശിച്ചു എന്നുള്ളതാണ് ഇവർ ഉടമകൾ പറയുന്നത്. ഏകദേശം 150 ടൺ കൊപ്ര ഇവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പാക്ക് ചെയ്യുന്ന ഫില്ലിങ്സ്, അത് ഏകദേശം 15 ടൺ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ വലിയ നാശനഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. അല്പസമയം മുമ്പ് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം, ആ ലോറി അവിടെ കിടക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതിലേക്കൊക്കെ തീ പിടിച്ചത് കൊണ്ടാണ് വലിയൊരു തീപിടുത്തമായി അത് മാറിയത്. നിലവിൽ എന്താണെങ്കിലും തീ നിയന്ത്രണ വിധേയമാണ്. ഇതിന്റെ തൊട്ട് സമീപത്ത് തന്നെ ഇവരുടെ ഒരു പശു ഫാമൊക്കെ ഉണ്ട്. അവിടേക്കൊന്നും തന്നെ തീ പടർന്ന് പിടിക്കാതെ ആദ്യഘട്ടത്തിൽ തന്നെ നിയന്ത്രിക്കാൻ സാധിച്ചു. പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ തൊഴിലാളികളും കൃത്യമായിട്ടുള്ള രീതിയിൽ ഇടപെട്ടു. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഉടമകൾ പറയുന്നത്. 15ലധികം യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയത്. കോഴിക്കോട് ജില്ലയുടെ മാത്രമല്ല, സമീപ ജില്ലയിൽ നിന്നുൾപ്പെടെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് എത്തി എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഈ എണ്ണ അകത്തു നിന്നും പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി പോകുന്നത്, ഓയിൽ ഒഴുകുന്നതെല്ലാം തന്നെ നമുക്കിങ്ങനെ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇങ്ങനെ പൂർണ്ണമായും തന്നെ ഓയിലും കൊപ്രയും എല്ലാം തന്നെ പരന്നു കിടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അത് മാത്രമല്ല, ഈ പ്ലാസ്റ്റിക് വസ്തുക്കളുണ്ട് നിരവധി. ഇത്തരത്തിൽ ആ ദൃശ്യങ്ങളിൽ അവിടേക്ക് കാണിച്ചാൽ അവിടെ കാണാം, ഇത്തരത്തിൽ ഈ എണ്ണ സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഓയിൽ സൂക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിരവധി പ്ലാസ്റ്റിക് ബക്കറ്റുകളും ടിന്നുകളും എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളാണ് ഇവിടെ കൂടുതലുള്ളത്. അങ്ങനെയാണ് ഇതൊരു വലിയ തീപിടുത്തമായി മാറിയത് എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനം. എന്ത് തന്നെയാണെങ്കിലും
എന്തായാലും നിലവിൽ ഇതൊന്ന് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനുള്ള അല്ലെങ്കിൽ പൂർണ്ണമായും അണയ്ക്കാനുള്ള ശ്രമമാണ് തുടരുന്നത്. ഹർഷൻ. ബെൻസൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.